സാന്റാക്ലോസ്, ക്രിസ്തുമസ് അപ്പൂപ്പൻ എന്നൊക്കെ സംഭവം എല്ലാ മലയാളികൾക്കും അറിയാവുന്ന സംഭവമാണ്. കാരണം ഒരു ചുവന്ന കുപ്പായവും നീളമുള്ള വെളുത്ത താടിയും ഒരു തൊപ്പിയും. പക്ഷേ ഇതിനകത്ത് ഇവിടെ എല്ലാവരും അതിൻ്റെ റോബ് നടുക്ക് കെട്ടുന്നത് ചുമന്ന സംഭവം. ബേസിക്കലി ഇത് ചുമപ്പല്ല, പച്ചയാണ്. ഇതിനൊരു ചരിത്രമുണ്ട്, ഈ സാന്റാക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എന്താണ് ഇതിൻ്റെ ചരിത്രമെന്ന്. പക്ഷേ അതിൻ്റെ രസകരമായൊരു സംഭവം ഞാൻ അതിനെപ്പറ്റി വായിച്ചു. ഓർത്ത് നിങ്ങൾക്കത് അതൊരു വീഡിയോ രൂപത്തിൽ ചെയ്യാം. 4ാമത്തെ സെഞ്ചുറിയിൽ ഗ്രീസിൽ അവിടെ വെച്ചാണ് നിക്ക് എന്ന് പറയുന്ന ബിഷപ്പ് നിക്കോളാസ് ഈ സാന്റാക്ലോസ് എന്ന സംഭവമായി മാറുന്നത്. അതിന് രസകരമായൊരു ചരിത്രമുണ്ട്. ഈ ചരിത്രം എന്ന് പറയുന്നത് ഏഥൻസിനടുത്ത ഒരു വില്ലേജിൽ, അവിടെ പാവങ്ങളാണ് കൂടുതലും താമസിക്കുന്നത്. അതിൻ്റെ അവിടെ ഒരു ബിഷപ്പായിട്ട് നിക്കോളാസ് അവിടെ താമസിക്കുന്നുണ്ട്. പ്രായമുണ്ട് അദ്ദേഹത്തിന്. ഇദ്ദേഹം ധനികനുമായിരുന്നു, ഇഷ്ടംപോലെ പണമുണ്ട്. പക്ഷേ അവിടെ ഒരു വീട്ടിൽ സാധു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഡവറി, അതായത് സ്ത്രീധനത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പം സ്ത്രീധനം കൊടുത്തില്ല എങ്കിൽ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് പോകുന്ന ആ പെൺകുട്ടിയുടെ ഭാവി ഏത് രീതിയിലാകും, ചിലപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ഗ്രീക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട് സാധനം വായിച്ച്. അപ്പം മൂത്ത മകളുടെ കല്യാണത്തിന് ഈ സാധു മനുഷ്യൻ്റെ പണമില്ല. അദ്ദേഹം ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ രാത്രിയിൽ ആരും അറിയാതെ ഈ പറയുന്ന നിക്കോളാസ്, ബിഷപ്പ് നിക്കോളാസ്, ഒരു കുറച്ച് ഗോൾഡ് കോയിനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട്, ഇന്നത്തെ ഉള്ള വീടുകളൊന്നുമല്ല, ആ വീടിൻ്റെ ഈ ജനൽ വഴി അത് ഇട്ടുകൊടുത്തു, ആരും കേൾക്കാതെ ആരും കാണാതെ. രാവിലെയാണ് അവർ വീട്ടുകാരെല്ലാം അറിയുന്നത് ഇത്രമാത്രം ഗോൾഡ് കോയിൻ അവിടെ കിട്ടി. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് സീഡ്സും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇവർ ആ മനുഷ്യൻ അവരെ എടുത്ത് നോക്കി. അപ്പം കല്യാണം ഭംഗിയായിട്ടങ്ങ് നടന്നു. അപ്പോൾ 2ാമത്തെ മകളുടെ കല്യാണം ഇതേപോലെ ഫിക്സ് ചെയ്യുന്ന സമയമാണ്. ഇതേപോലെ തന്നെ ഈ സാധു മനുഷ്യൻ്റെ വീട്ടിൽ ഈ പറയുന്ന നിക്കോളാസ്, ബിഷപ്പ് നിക്കോളാസ്, ഇതേപോലെ ഗോൾഡ് കോയിൻ ഇട്ട് കൊടുത്തു. രാത്രിയിൽ പോയി ആരും കാണാതാണ് ചെയ്യുന്നത്. അപ്പം ആ 2ാമത്തെ കല്യാണം, അപ്പം അവരുടെ ഈ പെൺകുട്ടിയുടെ പിതാവിനും ആ വീട്ടുകാർക്കും സംശയം, ഇത് ആരാണിത് കൊണ്ടുതരുന്നത്, അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല, ഇതിനെപ്പറ്റി ഒന്നും പിടികിട്ടുന്നില്ല, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ആരാണ് ഇവിടെ കൊണ്ടുവന്ന് കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇത്രമാത്രം ഗോൾഡ് കോയിൻ അവിടെ കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ 3ാമത്തെ പെൺകുട്ടിയുടെ കല്യാണ സമയത്ത് ഈ പിതാവ് ഉറങ്ങാതിരുന്നു. കാരണം ആരോ പണം കൊണ്ടു തരും. അതായത് 2 മക്കളുടെ കല്യാണത്തിന് ഇതേപോലെ പണം കിട്ടി, കാരണം ഈ ഗോൾഡ് കോയിൻ കിട്ടി. അപ്പം അദ്ദേഹം രാത്രിയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം കയ്യോടെ ഈ പറയുന്ന ബിഷപ്പ് നിക്കോളാസിനെ കയറി പിടിച്ചിട്ട് താങ്കളാണ് ഈ പണം തരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ പിതാവിനോട് അപേക്ഷിച്ചു, അതായത് ലോകത്താരും ഞാൻ ഈ തരുന്ന കാര്യം അറിയരുത്, ഇത് വളരെ സീക്രട്ടായിട്ട് വെക്കണം, ഒരു കാരണവശാൽ ആരോടും പറയരുത് എന്ന് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു എന്നാണ് ഗ്രീക്ക് ഹിസ്റ്ററിയിൽ ഇതിനെപ്പറ്റി പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബേസിക്കലി ഈ സാന്താക്ലോസിൻ്റെ 4ാമത്തെ നൂറ്റാണ്ട് മുതലുള്ള ഗ്രീക്ക് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ ഇതിന് വലിയ ഫേമസ് ഒന്നും പിന്നീട് കിട്ടിയൊന്നുമില്ല. ഇതിങ്ങനെ ഒരു ചരിത്രമുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. ആ ഗ്രീക്ക് ഭാഗത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആചാരങ്ങളൊക്കെ ബിഷപ്പ് നിക്കോളാസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും അത് കടന്നു കയറാൻ തുടങ്ങി. പക്ഷേ ഇത് ഗ്ലോബലായിട്ട് ഫേമസ് ആകുന്നത് അമേരിക്കയിൽ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഈ പറയുന്ന ബിഷപ്പ് നിക്കോളാസിനെ പറ്റി അവിടെ 3-4 റൈറ്റേഴ്സ്, എന്താണ് ക്രിസ്തുമസ്, എന്താണ് ബിഷപ്പ് നിക്കോളാസ്, എന്താണ് ഈ സാന്റാക്ലോസ്, അതിനെപ്പറ്റി പുസ്തകങ്ങൾ എഴുതിയപ്പോഴാണ് ഇത് ഫേമസ് ആകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്.
അമേരിക്കയിലുള്ള ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രൊട്ടസ്റ്റൻ്റ് ആണ്. കാരണം അവർ കൺസർവേറ്റീവായിട്ട് കാത്തലിക്സിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നതാണെങ്കിലും അമേരിക്കയിൽ അവർ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ. പണ്ട് സമയത്ത് ഇപ്പോഴത്തെ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ TPM എന്നൊക്കെ പറഞ്ഞാൽ കട്ടർ ബന്ദിക്കോസ് എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിൽ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് സദേൺ ബാപ്റ്റ് ആ രീതിയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരായിരുന്നു അമേരിക്കയിലുണ്ടായിരുന്നത്. മനസ്സിലാക്കേണ്ട ഇവരൊക്കെ ഡച്ച്, ഫ്രാൻസ്, ഗ്രീസ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവരാണ്. പക്ഷേ അവരൊരു കാരണവശാലും ഈ നിക്കോളാസിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനൊരു കഥാപാത്രം, അതായത് മീഡിയേറ്റേഴ്സ് എന്ന സംഭവം പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഐക്കോണിക് ദൈവത്തെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ടു ക്രൈസ്റ്റ്. അപ്പം ഈ ബിലീഫ്സിൽ നിൽക്കുന്ന സമയത്ത് ന്യൂയോർക്കിനടുത്തുള്ള കുറച്ച് ഡച്ചുകാർ ഒരു കോളനിയിൽ ഈ നിക്കോളാസുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളും ചില ആരാധനയല്ല ചില സെലിബ്രേഷനും പരിപാടികളും ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആൾക്കാരുടെ വീടുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനെ വലിയ കുട്ടികളുമായിട്ട് സംസാരിക്കുക, പ്രായമുള്ള ആളുകൾ അതിൻ്റെ വേഷം ഇടുക. ഇത് ആ ഡച്ച് കോളനിയിൽ, ന്യൂയോർക്കിലുള്ള ആ കോളനിയിൽ സ്ഥിരമായിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ അമേരിക്കയിലൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് അവർ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം അവർ ഇതിനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഈ പുസ്തകമൊക്കെ എഴുതി പുറത്തു വന്ന ശേഷം അമേരിക്കയിൽ സാന്റാക്ലോസ് ഒരു വലിയ കഥാപാത്രമായി മാറി. അപ്പം അമേരിക്ക ഇത് അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷമാണ് ഗ്ലോബലായിട്ട് സാന്റാക്ലോസ് എന്താണെന്നുള്ള സംഭവം ഇതിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. പിന്നെ ക്രിസ്മസ് സീസണിലാണ് ഈ സാന്റാക്ലോസ് എന്നൊരു സംഭവം വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ കൊമേഴ്ഷ്യൽ മാർക്കറ്റ്, അതായത് ഷോപ്പുകളാണെങ്കിലും മറ്റുള്ളൊരു പ്രോഡക്റ്റ് വിൽക്കാനാണെങ്കിലും, ഞാനിപ്പം അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് ഈ ലോസ് ഏഞ്ചലസും മറ്റ് സിറ്റികളിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ്. അവിടെ ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങി. എല്ലായിടത്തും സാന്റയുടെ പടവും രൂപവും ഒക്കെ ഉണ്ടാക്കി സാന്റയുടെ സംഭവമായിട്ട് ഒരു വലിയ ആഘോഷമാണ്. കാരണം ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടും ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, കൊച്ചു കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതായത് പാവം പിടിച്ചവൻ്റെ വീട്ടിൽ ഗിഫ്റ്റുമായിട്ട് വരുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ. അപ്പം ആ രീതിയിൽ അതിന് ഒരു ഗ്ലോബൽ കളർ അമേരിക്കയിൽ നിന്നുമാണ് എല്ലാ രാജ്യങ്ങളിലോട്ടും പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യയിൽ തന്നെ, അതായത് ഇവിടുത്തെ സിറ്റികളിലാണെങ്കിൽ 2 ടയർ 3 ടയർ സിറ്റികളിലും പല ഹിന്ദുക്കൾക്കും അറിയത്തില്ല എന്തുവാണ് ഈ സാധനമെന്ന്. പക്ഷേ ഇതിൻ്റെ ചരിത്രം ഇതാണ്. കാരണം ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടും സാന്റാക്ലോസിനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്രിസ്മസ് സമയത്ത് ഈ കരോളൊക്കെ ഇറങ്ങുമ്പോൾ ഇന്നും ഓർമ്മയുണ്ട് സംഭവം. കാരണം ചർച്ചുകളുടെ അകത്ത് അധികം പിന്നെ സാന്റാക്ലോസ് വരാറില്ല. പക്ഷെ ക്ലബ്ബുകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ സാന്റായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വണ്ണം വെച്ചിരിക്കണം, വെളുത്ത താടിയായിരിക്കണം. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് വീടിന് മുമ്പിൽ ആടാനും പാടാനും ഒക്കെ സാന്റാക്ലോസ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ക്രിസ്തുമസുമായിട്ട് വന്ന ഡിസംബറിൻ്റെ മഞ്ഞും എല്ലാം കൂടെ ചേരുമ്പോൾ അതിന് വലിയൊരു കൊഴുപ്പാണ് ഈ സംഭവം. അതിപ്പോൾ നിങ്ങൾക്ക് ഈ സാന്റാക്ലോസിൻ്റെ ചരിത്രങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ പറയുന്ന 3 പെൺകുട്ടികളുടെ പിതാവിൻ്റെയും എങ്ങനെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് ഏഥൻസിനടുത്ത് എന്നുള്ള കഥ ചിലപ്പം എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് സീസണാണ്. പല കടകളുടെ മുമ്പിൽ ഇങ്ങനെ സാന്റാക്ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം എന്താണെന്ന് പിടികിട്ടാനുള്ള സമയമെടുക്കും. കാരണം സാന്റാക്ലോസിനെ പറ്റി പിന്നീട് അമേരിക്കൻ റൈറ്റേഴ്സും ചരിത്രകാരന്മാരും പല ആവർത്തി പല പുസ്തകങ്ങളിൽ കൂടിയാണ്, കാരണം അന്ന് ഈ ടെലിവിഷനും മീഡിയയും പരിപാടിയൊന്നുമില്ല, പുസ്തകങ്ങളിൽ കൂടിയാണ് സാന്റാക്ലോസിൻ്റെ ഒരു ഗ്ലോബൽ ഐക്കോണിക് ക്രിസ്തുമസ് ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രായം ചെന്ന അപ്പൂപ്പൻ എന്ന പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചത്.